ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾ SSC GD ഫിസിക്കൽ എക്സാമിനേഷന് പോകുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് കയ്യിൽ കരുതേണ്ടതെന്നും എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടതെന്നും ഈ വീഡിയോയിൽ കാണാം. ഈ മാസവും അടുത്ത മാസവുമായിട്ടാണ് SSCയുടെ GD ഫിസിക്കൽ എക്സാം നടക്കുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് അന്ന് തന്നെയായിരിക്കും മെഡിക്കൽ ടെസ്റ്റും ഉണ്ടാവുക. ഈ ഒരു പേജിൽ നിങ്ങൾ കാണുന്നുണ്ടാകും, നിങ്ങൾ പോകുമ്പോൾ 6 ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ കയ്യിൽ കരുതണം. കൂടാതെ വാലിഡായ ഒരു ഫോട്ടോഗ്രാഫുള്ള ID പ്രൂഫ്, അത് ആധാർ കാർഡ് ആകാം, വോട്ടർ ID ആകാം, പാൻ കാർഡ് ആകാം. ഇവയിൽ ഏതെങ്കിലും ഒരു ID കാർഡ് നിങ്ങൾ കയ്യിൽ കരുതണം. കൂടാതെ നിങ്ങൾക്ക് SC ST അല്ലെങ്കിൽ OBC സംവരണം അല്ലെങ്കിൽ EWS സംവരണം ലഭിക്കണമെങ്കിൽ അതിനുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കയ്യിൽ കരുതണം. SC ST വിഭാഗങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റും OBC വിഭാഗങ്ങൾക്ക് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്. EWS സംവരണം ലഭിക്കണമെങ്കിൽ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. ഫിസിക്കലിൻ്റെ സമയത്ത് തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കൈയൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. കൂടാതെ ഈ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ 10ാമത്തെ ഇൻസ്ട്രക്ഷനായി ചില ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കയ്യിൽ കരുതാൻ പറയുന്നുണ്ട്. ഒന്നാമത്തേത് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്, അതായത് നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്. രണ്ടാമത്തേത് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആണ്, ഇത് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ലഭിക്കും. മൂന്നാമത്തെ ആവശ്യമായ രേഖ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്, അത് ഏജ് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. നാലാമത്തെ രേഖ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആണ്, ഇത് ജനറൽ വിഭാഗങ്ങളിൽ EWS വിഭാഗങ്ങൾക്കുള്ള സംവരണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ആണ്. 5 ഹൈറ്റ് ഓർ ചെസ്റ്റ് റിലാക്സേഷൻ ലഭിക്കുന്നതിനായി SC ST വിഭാഗങ്ങളിൽ പെടുന്നവർ അതിനായി ആവശ്യമുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതണം. അവസാനത്തെ ഇൻസ്ട്രക്ഷൻ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനുള്ളതാണ്. അവർക്ക് റിട്ടൺ എക്സാം മാത്രം പാസ്സായാൽ മതി, അവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. പക്ഷേ അവർക്ക് അന്ന് തന്നെ അവിടെ വെച്ച് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകുന്നതാണ്. ഞാൻ ഒന്നുകൂടി ഷോർട്ടാക്കി പറയാം. നമ്പർ 1 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ്. നമ്പർ 2 ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. നമ്പർ 3 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്. നമ്പർ 4 കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. SC ST കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും മാത്രമാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. നമ്പർ 5 നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഫോർ OBC കാൻഡിഡേറ്റ്സ്. നമ്പർ 6 ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, അത് EWS കാൻഡിഡേറ്റ്സിന് ആവശ്യമുള്ളതാണ്. നമ്പർ 7 വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ്. ഇത്രയധികം ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ ഫിസിക്കലിന് പോകുമ്പോൾ കയ്യിൽ കരുതേണ്ടത്. ഫിസിക്കൽ ടെസ്റ്റിന് പിന്നാലെ തന്നെ അന്ന് തന്നെയായിരിക്കും നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നത്. അതിനും നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം പോകുന്നത്. മെഡിക്കൽ ഫെയിൽ ആകുന്നവർക്ക് 7 ദിവസത്തിനകമായിരിക്കും റീമെഡിക്കൽ ഉണ്ടാകുന്നത്. അപ്പോൾ SSC GD ഫിസിക്കലിന് പോകുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കുക. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? സാരമില്ല, ചോറിന് ഒരൽപ്പം നന്ദി കാണിച്ചു പോയി.